ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നൂസ് കിച്ചൻ ലാബിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കണ്ണൂർ സ്പെഷ്യൽ കല്ലുമക്കായ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കല്ലുമക്കായ എന്ന് പറയുന്നത് കണ്ണൂർക്കാരുടെ കണ്ണിലുണ്ണിയാണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയാമല്ലോ. റംസാനായെങ്കിൽ പിന്നെ പറയേ വേണ്ട, ഈ ഒരു കടി മാത്രം മതി. അപ്പോൾ നമുക്കത് ഉണ്ടാക്കേണ്ട മെത്തേഡ് വെക്കാം. അതിനു മുമ്പായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ. ഫസ്റ്റ് ക്ലീനിങ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. എനിക്ക് നല്ല ഫ്രഷ് കല്ലുമക്കായ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ പുറം ഭാഗം നമുക്ക് നന്നായി കത്തി വെച്ചു ക്ലീൻ ചെയ്തെടുക്കാം. ചില ആൾക്ക് ക്ലീൻ ചെയ്യുമായിരിക്കും, പക്ഷെ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടാറില്ല. ഞാനിങ്ങനെ ഇവിടെ മൊത്തം പുറം ഭാഗമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉൾഭാഗവും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കണം. ഇനി ഒരു 2 വെള്ളത്തിലെങ്കിൽ നമുക്കിത് നന്നായി കഴുകിയെടുക്കാം. നന്നായി കഴുകാൻ മറക്കല്ലേ, കാരണം അതിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ നന്നായി മണ്ണൊക്കെ ഉണ്ടാവും. കാരണം ഇത് കല്ലിലും ഇതിലൊക്കെ ഉണ്ടാവുന്ന സാധനമല്ലേ. നമുക്കിത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് തുറന്നു കൊടുക്കാം. ഈ ഒരു കല്ലുമക്കായ്ക്ക് തന്നെ പലതരം പേരുകളുണ്ട്. കുടുക്കാച്ചി, കല്ലുമക്കായി, നമ്മൾ ന്യൂജൻ പിള്ളേരൊക്കെ പറയുന്നതെങ്കിൽ സ്റ്റോൺ മദർ ബനാന, ആ ഒരു പേരാണ് നമുക്ക് പറയാം. നമുക്കിതിൻ്റെ ഉള്ളൊക്കെ വൃത്തിയാക്കിയെടുക്കാം. ഏറ്റവും കൂടുതൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഉള്ളു വൃത്തിയാക്കണം എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു വൈറ്റ് വേം പോലത്തെ ഒരു സാധനമുണ്ട്. അത് നിർബന്ധമായും ക്ലീൻ ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ അത് വയറുവേദന ഉണ്ടാക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം നമുക്കത് വൃത്തിയാക്കിയെടുക്കാം. പിന്നെ ഈ സൈഡിലൊക്കെ നമുക്ക് ചിരണ്ടിയെടുക്കാം. അത് ചിരണ്ടി എടുത്തിട്ടില്ലെങ്കിൽ അതിൽ മണ്ണുണ്ടാവും. അപ്പം നമ്മൾ ആ ഒരു ഫില്ലിംഗ് ഒക്കെ നിറച്ചിട്ട് കഴിക്കുമ്പോൾ അത് മണ്ണ് കടിക്കും. അപ്പം അതൊക്കെ നമുക്ക് ചിരണ്ടിയെടുക്കാം. മൊത്തമായിട്ട് ചിരണ്ടുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഇറച്ചി പറഞ്ഞു പോകാതെ നമുക്ക് ശ്രദ്ധയോടെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ മറ്റേ ഭാഗവും നമുക്കത് ചിരണ്ടിയെടുക്കാം. ക്ലീനിങ് ഒക്കെ പലയാളും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്ന രീതി. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിൻ്റെ നടുക്കുള്ള ഒരു ചളിയുണ്ട്, അത് നമുക്ക് നീക്കം ചെയ്യാം. അതെന്തായാലും നീക്കം ചെയ്യണം. അത് അമർത്തി നോക്കിയാൽ അതിന് ഉള്ളിൽ നിന്ന് നമുക്കത് ചളി പുറപ്പെടും. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടാവേണ്ട കല്ലുമക്കായ. നമുക്കിതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കണം. കണ്ടോ, ഈ ഒരു ക്ലീനാണ് വേണ്ടത്. നന്നായി വൃത്തിയായിട്ടുണ്ട്. നമുക്ക് ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഒക്കെ ചെയ്തതിന് ശേഷം ഒരു 2-3 വെള്ളം പോയാലും സാറില്ല, ഇത് നന്നായി ക്ലീൻ ആവട്ടെ. നന്നായി 2-3 വെള്ളത്തിൽ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, എല്ലാം കളയുമ്പോൾ കാണില്ല, കുറേ കച്ചറൊക്കെ പോകുന്നു. നമുക്കിതിൻ്റെ വെള്ളം ഊറ്റി കളയാൻ വേണ്ടിയിട്ട് നമുക്കിത് കമിച്ചിടാം. ഞാനിവിടെ ഇപ്പോൾ 45 കല്ലുമക്കായ എനിക്ക് കിട്ടിയിട്ടുള്ളത്. 1 കിലോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു 45 കല്ലുമക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് ഫില്ലിങ്ങാണ് ഞാൻ തയ്യാറാക്കുന്നത്. പച്ചരി 1 ഗ്ലാസ്, പച്ചമുളക് 2 ഇഞ്ചി, കുറച്ച് വെള്ളുള്ളി, ജീരകവും പെരുംജീരകവും, പിന്നെ ആവശ്യമായത് ചിരകി വെച്ച തേങ്ങയാണ്. ഒരു വലിയ തേങ്ങയുടെ ഒരു 1/2 മുറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഏകദേശം ഒരു കപ്പ് ഉണ്ടാവുമായിരിക്കും. ഇനി വേണ്ടത് ഒരു വലിയ ഉള്ളിയാണ്, അതിൻ്റെ പകുതി മതി. ഞാൻ ഇവിടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങേൻ്റെ ഒരു രുചി വളരെ തന്നെയാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് പച്ചരി ഇടാം. പച്ചരി ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് 2 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. നമുക്കത് ഇടാം. ഇത് അരച്ചെടുക്കുമ്പം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം അരച്ചതിന് ശേഷം നമുക്ക് ഒഴിച്ചിട്ട് കലക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഒക്കെ മസാല ഒക്കെ നമുക്ക് ആവശ്യമായ സാധനമൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് മിക്സിയിലൊന്ന് അരച്ചെടുത്താൽ മതി. ഞാൻ ഇവിടെ പച്ചമുളക് ഇടുന്നുണ്ട്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവ് അനുസരിച്ചിട്ടാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് കുറച്ച് നല്ല എരിവൊക്കെ വേണം. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ പച്ചമുളക് ഇടുന്നത്. ചിലയാൾക്കൊന്നും അങ്ങനെ ആവശ്യം ഉണ്ടാവില്ല, ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇടാം. നമുക്ക് ചെറിയ ഉള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പെരുംജീരകവും ജീരകം കുറച്ച് മതി കേട്ടോ, കുറേയൊന്നും വേണ്ട. അത് രണ്ടും നമുക്കിതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു 1/2 മുറി ഒരു വലിയ ഉള്ളി ഇടുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പും, ഇത് രണ്ടും ഇട്ടിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം മിക്സിയിൽ. കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ നല്ല ടേസ്റ്റാണ്, ഒരു ഫ്ലേവർ നൽകും. അപ്പം ഇതൊക്കെ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ
ഒന്നിൻ്റെയും ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ പാടില്ല. കാരണം കല്ലുമ്മക്കായൻ്റെ ടേസ്റ്റ് ആയിരിക്കണം നമുക്ക് ആ ഒരു തിന്നുമ്പോൾ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമുക്ക് ഇട്ടിട്ട് വെക്കാം. നമ്മളെ മാവ് ഇവിടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി കലക്കിയെടുക്കാം. കലക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് കലക്കി കൊടുക്കാം. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഇടാം. ഓക്കെ. പിന്നെ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഇതൊരു ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത് ഒരു സാധനമാണ്. അപ്പോൾ പണ്ടുള്ള ആളൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി യൂസ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ പത്തല പൊടി എടുത്തിട്ടുള്ളത്. പച്ചരിപ്പൊടി മാത്രം എടുക്കുമ്പോൾ ഇത് നന്നായി ഹാർഡായിപ്പോയി നമ്മളെ ഫില്ലിംഗ് ഒക്കെ ചെയ്തിട്ട് കല്ലുമ്മക്കായി. ഞാനിവിടെ പത്തല പൊടി എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വീട്ടിൽ നിന്നൊക്കെ പൊടിച്ചെടുത്ത പത്തല പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പത്തിരിപ്പൊടിയുടെ പാക്കറ്റ് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. അപ്പോൾ ഇത് നന്നായി നമുക്കൊന്ന് കുഴച്ചെടുക്കുക. മാവിൻ്റെ ആ ഒരു രൂപത്തിലേക്ക് നമുക്ക് പത്തിരിപ്പൊടി ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കണം. കണ്ടോ, ഇത് നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. പച്ചരി ആയിട്ടുണ്ടെങ്കിൽ ഇത് നന്നായി ഹാർഡായി പോകുകയായിരുന്നു. നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഫില്ലിങ് കല്ലുമ്മക്കായുടെ ഉള്ളിലേക്ക് നിറച്ചെടുക്കാം. നമ്മൾ നേരത്തെ കഴുകി വെള്ളം ആറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു ചെറിയ ഉരുള എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം. കണ്ണൂരിൽ തന്നെ ഈ ഫില്ലിങ് ചെയ്യുന്നത് വളരെ ഡിഫറെൻറ്റ് സ്റ്റൈൽ തന്നെയാണ്. ചിലയാൾ നന്നായി വലുതായിട്ട് ചെയ്യുന്നവരുണ്ട്, പിന്നെ കുറേ ആൾ മൂടിയിട്ട് ചെയ്യുന്നവരുണ്ട്. എനിക്ക് തന്നെ 3 ആൻറ്റിമാരാണ്. അവരിൽ 3 ആളും 3 സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ നമുക്കിത് ഫില്ലിങ് ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. അതിനുശേഷം അടുപ്പത്ത് നമുക്ക് ചെമ്പുണ്ടാവില്ലേ, ഇഡ്ഡലി ചെമ്പ്, അത് നമുക്ക് അടുപ്പത്തൊന്ന് വെള്ളം വെച്ചിട്ട് ചൂടാക്കാൻ വെക്കണം. അതിനുശേഷം ഇതുപോലെ നമുക്ക് അരിയൊക്കെ വൃത്തിയാക്കിയെടുക്കാം. ഞാനിതുപോലെയാണ് ഫില്ലിംഗ് ഒക്കെ ചെയ്യാറ്. ഇനി കല്ലുമ്മക്കായ്ക്ക് കുറച്ചും കൂടെ ഒരു പെർഫെക്ഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലൊന്നും നമുക്ക് നന്നായി തടവി കൊടുത്താൽ ആ കല്ലുമ്മക്കായ് നല്ല പെർഫെക്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, നിങ്ങൾക്കത് ഒരു ടിപ്പ് പോലെ പറഞ്ഞതന്നേ ഉള്ളൂ. നമുക്ക് ഇഡ്ഡലി ചെമ്പിലെ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. എന്നിത് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് മൂടി വെക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഏതെങ്കിലും ഒരു റെസിപ്പി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടാലും മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ് വെന്തിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നല്ല വേവൊക്കെ ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തന്നെ കഴിക്കാൻ കൊടുക്കുന്നതായിരിക്കും നല്ല. നമുക്ക് കല്ലുമ്മക്കായ് പൊരിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ ഉപ്പും മുളകും ഇച്ചിരി മഞ്ഞളൊക്കെ ചേർത്ത് ഇച്ചിരി വെള്ളവും ചേർത്ത് നന്നായി കലക്കിച്ചൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് കല്ലുമ്മക്കായ് അതിൻ്റെ തോടൊക്കെ കഴിച്ച കല്ലുമ്മക്കായ് ഇട്ടിട്ട് നന്നായി ഒന്ന് പുരട്ടി മുളകൊക്കെ പിടിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കി അവിടെ വെക്കാം. നിങ്ങൾക്ക് എത്ര കല്ലുമ്മക്കായ പൊഴിക്കേണ്ടത് അത്രയും. ഞാനൊക്കെ എന്താനായിക്കൊണ്ട് വൈകുന്നേരത്തേക്ക് ആക്കുന്നത്. ഞാനിവിടെ എല്ലാം ഒക്കെ മുളകൊക്കെ പൊരിപ്പിച്ച് ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ഇച്ചിരി കറിവേപ്പില ഇട്ടെടുക്കാം. കറിവേപ്പില എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയതാണ്, നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പം ആ ഒരു കറിവേപ്പിലൊക്കെ ഇട്ട ശേഷം നമുക്ക് നല്ല മുളക് പിടിപ്പിച്ച് കല്ലുമ്മക്കായ ഇതിലേക്ക് ചേർത്ത് നന്നായി പൊരിച്ചെടുക്കാം. കല്ലുമ്മക്കായയുടെ ആ ഒരു ടേസ്റ്റും കറിവേപ്പിലയുടെ ഒക്കെ ടേസ്റ്റ് എല്ലാം കൂടുമ്പോൾ എൻ്റെ വായിലിങ്ങനെ വെള്ളം ഊറുക. നമുക്കിതൊക്കെ നന്നായി പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കണ്ണൂർക്കാരുടെ കണ്ണിലുണ്ണിയായ കല്ലുമ്മക്കായ റെഡി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും അസ്സലാമു അലൈക്കും.